ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് മൈസൂറിൻ്റെ 3rd ഡേ ആണ്, മൂന്നാമത്തെ ദിവസം. അതുമാത്രം ഞങ്ങളുടെ ലാസ്റ്റ് ഡേ. നാളെ ഉച്ചയ്ക്കാണ് ഞങ്ങൾക്ക് ട്രെയിന്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൊട്ടാരമുണ്ട്, പിന്നെ KGF ഷൂട്ട് ചെയ്ത ഒരു കൊട്ടാരമാണ്, ആ കൊട്ടാരമുണ്ട്. പിന്നെ നമ്മൾ വൈകുന്നേരം വൃന്ദാവൻ ഗാർഡന് പോകണം, പിന്നെ ഇടയ്ക്ക് ഏതിനും പറ്റുമെങ്കിൽ അവിടെയും പോകണം. ഇത്രയാണ് നമ്മുടെ പ്ലാനിങ്ങിലുള്ളത്. പിന്നെ ഇന്നലെ രാത്രി എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയപ്പോൾ നമ്മൾ ഇന്നലെ വൃന്ദാവൻ ഗാർഡനിൽ പോകാൻ പറ്റിയില്ല. മൈസൂർ പാലസും പിന്നെ സൂ മാത്രമായിരുന്നു ഇന്നലെ കവർ ചെയ്തിരുന്നത്. ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വ്ളോഗിലുണ്ടാവും. ഓക്കെ ഗൈസ്, കം ഓൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഒരു 11 കിലോമീറ്റേഴ്സാണ് നമ്മൾ സ്റ്റേ ചെയ്തെടുത്തത്. നമ്മുടെ ഈ ഒരു പാലസ് കാണിക്കുന്ന ദൂരം ഗൈസ്. ഇവിടുന്ന് നമ്മുടെ റോക്കി ഭായിയുടെ ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ ലളിത് മഹൽ പാലസ് ഹോട്ടൽ. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്, നമ്മുടെ KGF മൂവി ലൊക്കേഷനും കൂടെ ഉണ്ട്. മൂവിയിൽ നമ്മുടെ പാലസ് കാണിക്കത്തില്ലേ, ആ പാലസാണ് ഈ പാലസ്, ലളിത് മഹൽ പാലസ് ഹോട്ടൽ. പാലസിൻ്റെ ഫസ്റ്റ് ഫ്ലോർ മാത്രമാണ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ അലൗഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേറെ ഒന്നിലോട്ടും എൻട്രി അനുവദിച്ചിട്ടില്ല കേട്ടോ. അകത്ത് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു എലിഫൻ്റാണ്. പിന്നെ റിസപ്ഷൻ. നമുക്ക് ഇതാണ് കേട്ടോ പാലസിൻ്റെ എൻട്രി, ഫസ്റ്റ് സ്പേസ് വരുന്നത്. അടിപൊളി. കയറുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ചായ തന്നാണ് കേട്ടോ എടുക്കും. അങ്ങനെ നമുക്ക് പാലസിൽ നിന്ന് ചായ കുടിക്കാനുള്ള ഭാഗ്യം കിട്ടി. കൊള്ളാം കേട്ടോ. അങ്ങനെ നമ്മൾ പാലസിൽ നിന്ന് എടുത്തോ, പാലസിൽ നിന്ന് നമ്മൾ എന്ത് ചോദിച്ചു, ചായയും ബിസ്ക്കറ്റും കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി ഗൈസ്. ചായയും കോഫി, ചേച്ചി കോഫി ആയിട്ട് ഓർഡർ ചെയ്തേ. ഞാൻ ചായ ആണോ. ഇവിടെ ക്ലീനിങ് പ്രോസസ് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കും ഭാഗ്യം കിട്ടി ഗൈസ്. ഫൈനലി ഞങ്ങൾ അകത്ത് കയറി പാലസിൻ്റെ. അപ്പോൾ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് നമുക്കിവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു റെസ്റ്റോറൻറ്റും കൂടെയാണ്, റെസ്റ്റോറൻറ്റ് പാലസ് ആണ്. പിന്നെ എൻട്രി ഫീ വരുന്നത് 100 rupees പെർ പേഴ്സൺ, 100 rupees ആണ്. നമുക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും കയറാം, അധികം റഷൊന്നുമില്ല. എന്നാൽ ടൈമിങ്ങിൻ്റെ ആണോന്ന് അറിയില്ല, ഒട്ടും റഷില്ല. ഭയങ്കര ഒരു എനിക്കതൊന്ന് KGF മൂവിയുടെ ലൊക്കേഷനും കൂടെ അന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം ഇത്രയും നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ കണ്ട പല സ്ഥലങ്ങളും കണ്ട കുറേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും. അത് കണ്ടോ, ലൈറ്റ്സൊക്കെ ആയിരിക്കണം അത്രയും നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കും. ഇവിടെ ക്ലീനിങ് നടക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നകത്ത് കയറിയതാണ് ഗൈസ്. നമുക്ക് ബാക്കി സ്ഥലം കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ക്ലോക്ക് റൂമൊക്കെ ഉണ്ട് കേട്ടോ. എൻട്രി ഓൺലി ഫോർ ദ റൂം ഗസ്റ്റ്. ഇങ്ങോട്ട് നമുക്ക് റൂം എടുത്തിട്ടുള്ളവർക്ക് മാത്രമുള്ള എൻട്രി ആണ്. ഫൈനലി ദിസ് വേ ടു സ്വിമ്മിംഗ് പൂൾ. എൻ്റെ അമ്മ,
എന്തായാലും അതൊരു മാരക സാധനം തന്നെയാണ് ഗൈസ്. അങ്ങനെ ചെറുതായിട്ട് കയ്യും നനച്ച് അതിൽ തന്നെ ബൊഗെയിൻവില്ല. ഇതൊക്കെ റൂംസാണ് കേട്ടോ. ഇതൊക്കെ ഫുള്ളും റൂമുകളാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ മേടിച്ച് ഇവിടെ സ്റ്റേ ചെയ്ത് നിൽക്കാം. അങ്ങനെ പാലസ് ഫുള്ള് നടന്ന് കണ്ടു, കുറച്ചൊന്ന് ടയേർഡായി. അപ്പം ഞാൻ എന്തായാലും ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴെങ്കിലും നമ്മുടെ കിഡിലമായിട്ടുള്ള പാലസ് വ്യൂ ആസ്വദിച്ച്, എൻ്റെ ഫ്രണ്ടിൽ പാലസ് വ്യൂ, സ്വിമ്മിങ് പൂൾ, ഒരു റോയൽ ഫീൽ, പിന്നെ എന്ത് വേണം. പാരൻസൊക്കെ ഹെവി ആയിട്ട് എൻജോയ് ചെയ്തോട്ടെ. ഈ 3 days അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത 3 ദിവസമാണ്. കാരണം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് വേറൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അവരുടെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കുട്ടികൾ എന്നുള്ള നിലയിൽ നമ്മൾ വലിയ തോൽവികളാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ മിക്ക കുട്ടികളും അവരുടെ പാരൻസിൻ്റെ കൂടെ സമയം ചിലവഴിക്കുന്നില്ല. ഞങ്ങൾക്കും അധികം ടൈമൊന്നും ചിലവഴിക്കാൻ പറ്റില്ല. അപ്പം കിട്ടുന്ന കുറച്ച് ടൈം നമ്മൾ അവർക്ക് വേണ്ടി മാറ്റി വെച്ച് ക്വാളിറ്റി ആയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും വലിയ ബ്ലെസ്സിങ്സ് വേറെ ഒന്നുമില്ല കേട്ടോ. അവർ ഭയങ്കര ഹാപ്പിയാണ്. കൊച്ചുമക്കളുണ്ട്, പിള്ളേരുണ്ട്, എൻ്റെ പാരൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി ബാക്കിയെല്ലാം അങ്ങനെ ഇരിക്കട്ടെ. ഫോട്ടോഷൂട്ട് അടക്കം അവിടെ ഭയങ്കര തകൃതിയായിട്ട് അതായിരിക്കും. അകത്ത് കയറിയപ്പോൾ നല്ല തണുപ്പുണ്ട്, പുറത്ത് നല്ല ചൂടാണ് ഗൈസ്. ഈ ഒരു സ്റ്റെപ്പ് ആർക്കെങ്കിലും പരിചയമുണ്ടോ? KGF-ല് നായിക നടന്നിങ്ങനെ അന്നടയായിട്ട് വരുന്ന ഒരു സ്പോട്ട്. അടിപൊളി. ഇത് ലിഫ്റ്റാണ് കേട്ടോ ഈ ഒരു പാലസിനകത്തുള്ള. ഇതിനകത്ത് സ്റ്റാഫുകൾക്കും ഇവിടുത്തെ ഓൺലി ഫോർ റെസിഡൻറ്റ് സ്റ്റാഫ്സിന് മാത്രം എൻട്രി ആയിട്ടുള്ളൊരു ലിഫ്റ്റാണ്. ഓ യാ, പാലസിൻ്റെ ഫുൾ വ്യൂ ആണ്. ഞാൻ ഫ്രണ്ടിൽ ചെന്നിട്ട് ബാക്കി ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ. വാവ്, പൊളി ഗൈസ്. ഇന്നിവിടെ ഒരു കല്യാണം നടക്കുകയാണ് കേട്ടോ. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങി വണ്ടി ഇപ്പം എത്തും ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കാണുന്നത്. ഇത് പാലസിൻ്റെ ചെറിയൊരു മാത്രം നമുക്ക് ഫസ്റ്റ് ഫ്ലോർ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് അധികം കാണാനില്ല. ഇല്ലാത്ത പോലെ തോന്നിയ മേളിലും സെയിം വേറെയാണ്. അങ്ങനെ നമ്മൾ പാലസിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് പോകുന്നത് രംഗനത്തിട്ട് ബേർഡ് സാഞ്ചുറിയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബേർഡ് സാഞ്ചുറിയിലെത്തി. അറൗണ്ട് 170+ സ്പീഷീസ് ആയിട്ടുള്ള ബേർഡ്സിനെ ഇവിടെ കണ്ടെത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് അഡൾട്ടിന് 75 റുപ്പീസാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും എല്ലാവരും കയറി, പക്ഷേ ബോട്ടിങ്ങിന് പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്തു. ബോട്ടിങ്ങിന് ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ്. ഞങ്ങൾ 6 പേര് മാത്രമാണ് ബോട്ടിങ്ങിന് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്തായാലും. അപ്പം നമ്മളിവിടെ വരുന്നവരുണ്ടല്ലോ, ബോട്ടിങ് ചെയ്യാനായിട്ടാണെങ്കിൽ വരികയാണെങ്കിൽ ബെറ്ററാണ്. കാരണം ബേർഡ്സിനൊക്കെ നമുക്ക് നിയറായിട്ട് കാണാൻ പറ്റും. പ്രധാനമായിട്ട് നമുക്കിവിടെ 6 ദ്വീപുകളും 6 തുരുത്തുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പല വ്യത്യസ്ത തരത്തിലുള്ള ബേർഡ്സിനെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പ്രധാനമായിട്ട് ഈ ദേശാടന പക്ഷികളുടെ ഒരു ബ്രീഡിങ് സ്പോട്ടാണ് ഇവിടെ. ഒരുപാട് തരത്തിലുള്ള, അതായത് ഒരു ടൈപ്പിലുള്ള പല തരത്തിലുള്ള ദേശാടന പക്ഷികളെ നമുക്കിവിടെ നിയറായിട്ട് കാണാൻ പറ്റും. അതും പ്രത്യേകിച്ച് ബോട്ടിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ അടുത്ത് തന്നെ ഇതിനെ കാണാൻ പറ്റും കേട്ടോ. ഗൈസ്, അപ്പം നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കയറാൻ പോവാണ്. ജോസ്, ഞങ്ങളെല്ലാവരും ജാക്കറ്റ് കിട്ടും. നമുക്ക് 10 ഡ്രൈവറിനെ കൊണ്ടുപോകാം.
അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്കൊരു ഗൈഡും കൂടെ ഉണ്ട് കേട്ടോ. പക്ഷെ പുള്ളി പറയുന്നത് കന്നഡയിലായതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. എങ്കിലും ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ബേർഡ്സ്, അതായത് ദേശാടന പക്ഷികൾ വന്നിരിക്കുന്നത് സൈബീരിയ, നോർത്ത് അമേരിക്ക ആൻഡ് ഓസ്ട്രേലിയ ഈ രാജ്യങ്ങളിൽ നിന്നാണ് അവർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഭയങ്കര അടിപൊളി കേട്ടോ അതിനെ കാണാൻ വേണ്ടിയിട്ട്. ഓരോന്നിനും ഭയങ്കര അടുത്തായിട്ട് കാണുമ്പോൾ ഇച്ചിരി കൂടെ ഭംഗിയാണ്. പിന്നെ ഒരു കാര്യം, നമ്മളിങ്ങനെ ക്യാമറയിലേക്ക് എടുക്കുമ്പോൾ എത്രമാത്രം അതിൻ്റെ ഭംഗി കിട്ടും നിൽക്കരുത്. ഈ ക്രോക്കഡൈലുണ്ട്, ഒരു ക്രോക്കഡൈൽ താഴെ കിടപ്പുണ്ട്. മുകളിൽ മുഴുവനും ദേശാടന പക്ഷികളാണ് കേട്ടോ. എന്ത് ഭംഗിയല്ലേ, ഇത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണണം. ഒരു അറൗണ്ട് 20 മിനിറ്റ്സ് ആട്ടോ ഈ ട്രാവൽ, ഈ ഒരു ബോട്ടിങ് ഏരിയ. ഇതേ ഒരെണ്ണം നോക്കിയാൽ വെയിൽ കൊള്ളാൻ കിടക്കുമ്പോൾ പാറ മണ്ടയിൽ തലയും വെച്ച് കിടക്കുക. വല്ല ഇരയും വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നോക്കും ഫുള്ള് എല്ലാ മരത്തിൻ്റെ മണ്ടയിലും ഓരോ ഐറ്റംസ് കൂട് കൂട്ടിയിരിക്കുക കേട്ടോ. ഈ ഇതിൻ്റെ തുരുത്തുകളുടെ ഇടയിലോട്ട് കയറുന്നത് ഓരോ പാറയുടെ മണ്ടയ്ക്കും ക്രോക്കോഡൈൽസ് കിടക്കുകയാണ്. ആരെങ്കിലും ഇതിനിടയ്ക്ക് പെട്ടുവരുള്ള അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഞാൻ അടിപൊളിയാട്ടോ. ഓരോന്നിൻ്റെ സൈസ് നോക്കി, കുഞ്ഞുങ്ങളാട്ടോ. ഇതൊക്കെ ചെറുതാണ്, വലുതൊക്കെ അപ്പുറത്തൊക്കെ അകത്തോട്ട് ഉള്ളിലോട്ട് കിടക്കുക. പാറയിനെയും ഇതിനെയും കാണാൻ അറൗണ്ട് ഒരേപോലെ ആയതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. ഉള്ളിലോട്ടൊക്കെ നല്ല വലിയ സൈസുകൾ കിടക്കുക കേട്ടോ അതിനകത്ത്. ഗൈഡ് നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ ഒരു ചെറിയ ചരിത്രം പഠിക്കുകയാണല്ലോ. നമ്മുടെ കാവേരി നദിക്ക് കുറുകെ ഈ ഒരു ചെറിയ ദ്വീപുകളുണ്ടായത് 1648 നമ്മുടെ മൈസൂർ രാജാവായ കാന്തിരിവ നരസിംഹരാജ വാടിയാർ ഇതിന് കുറുകെ ഒരു ചെറിയ ജെട്ടി നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ദ്വീപുകളിൽ പ്രധാനമായിട്ട് ഈ പക്ഷികൾ, ദേശാടന പക്ഷികൾ മുട്ടയിടുന്നുണ്ട്, ഇല്ലെങ്കിൽ അവരുടെ ഒരു സങ്കേതമാണെന്ന് മനസ്സിലാക്കിയത് പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സാലിം അലി എന്ന് പറയുന്ന ഒരു പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. പുള്ളി അങ്ങനെ ഉടനെ ഇവിടുത്തെ രാജാക്കന്മാരുടെ അടുത്ത് ഇതിനെ അറിയിക്കുകയും ചെയ്തു. അതായത് ഇത് പക്ഷി സങ്കേതമായിട്ട് മാറ്റണമെന്ന് അറിയിക്കുകയും അങ്ങനെ മൈസൂർ രാജാക്കന്മാർ ഇതിനെ 1940 ഇതിനെ ഒരു പക്ഷി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ട് ഇതിനെ കർണാടക വകുപ്പ് ഏറ്റെടുക്കുകയും, അതായത് കർണാടക വനം വകുപ്പ് ഇതിനെ ഏറ്റെടുക്കുകയും വേറെ കുറച്ച് ചെറിയ ചെറിയ ദ്വീപുകളും കൂടെ കൂട്ടിച്ചേർത്ത് ഇതിനെ ഒരു വലിയ വിപുലമായിട്ട്, വളരെ വലിയൊരു വിപുലമായ ഒരു പക്ഷി നിരീക്ഷണ കേന്ദ്രമായിട്ട് മാറ്റിയെടുക്കുകയും അതിനെ ഇപ്പം നമ്മളെ പോലുള്ള വിസിറ്റേഴ്സിന് കാണത്തക്ക രീതിയിൽ, വളരെ അടുത്ത് തന്നെ കാണത്തക്ക രീതിയിൽ ബോട്ട് സർവീസൊക്കെ ചെയ്ത് നമുക്ക് വളരെ അടുത്ത് പക്ഷികളെ കണ്ടറിയത്തക്ക രീതിയിൽ ആക്കി തീർക്കുകയും ചെയ്തു. ഇതാണ് ഈ ഒരു ദ്വീപ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് കാരണമായി തീർന്നത് ഇതാണ് കേട്ടോ. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ മൈസൂർ വരുന്നവർ ഈ ഒരു സ്ഥലത്ത് കൺഫേമായിട്ട് വിസിറ്റ് ചെയ്തിരിക്കണം. കാരണം നമ്മൾ വെളിയിൽ നിന്ന് നോക്കുന്നതിനെക്കാട്ടിയും വളരെ ഭംഗിയാണ് അടുത്ത് പോയി ഈ ഒരു പക്ഷികളെ കാണുന്നത്. അടുത്ത് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വൃന്ദാവൻ ഗാർഡനാണ് കേട്ടോ. എല്ലാ ദിവസവും വൃന്ദാവൻ ഗാർഡൻ പോകണമെന്ന് വിചാരിച്ച് നമുക്ക് നടന്നിട്ടില്ല. ഇന്ന് പോകണം. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ആൻറ്റി നെല്ലൊക്കെ മറ്റേ കതിര് മാറ്റുക കേട്ടോ. നല്ല നെല്ലുകളൊക്കെ വേർതിരിച്ച് വെക്കുക. നല്ല ഭംഗിയുണ്ടല്ലേ. അടുത്ത് നമ്മളിനി നേരെ പോകുന്നത് നമ്മുടെ വൃന്ദാവൻ ഗാർഡനിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഊബർ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കണം, ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ബസ് വന്നോട്ടെ. ഫസ്റ്റ് ഇവിടെ വന്നിട്ട് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു. എന്തായാലും എല്ലാം എന്ന് പറയുമ്പോഴേ നമ്മൾ ഊബറായിരുന്നു മെയിനായിട്ട് എടുത്തിരുന്നത്. അതായിരുന്നു കൂടുതൽ ട്രാവൽ ഞങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്ത്. സോ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ബസ് എടുത്തു. ബസ്സിൽ ഞങ്ങളിന്ന് പോവാണ്. കർണാടകയിൽ വന്നിട്ട് ബസ്സും കൂടെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ഒരു ആഗ്രഹവും കൂടെ ആയിരുന്നു. അതങ്ങ് സബലീകരിക്കുകയും ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ ബസ് യാത്രയും. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അകത്തോട്ട് ബസ്സില്ല, കുറച്ച് മുകളിലായിട്ട് നിർത്തുന്നേ. അതായത് ഞങ്ങൾ അകത്തോട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തെ ഒരു സൈഡിലോട്ട് നല്ലൊരു വലിയൊരു റിവർ ഇങ്ങനെ ഒഴുകാട്ടോ. എന്ത് വലിയ ബ്രിഡ്ജല്ലേ. ഉള്ളിലോട്ട് കയറുമ്പോഴത്തെ രണ്ട് സൈഡിൽ ഒരുപാട് കടകളാണ്, ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന കുറേ ഡ്രസ്സാണെങ്കിലും സ്നാക്സിൻ്റെയൊക്കെ ആണെങ്കിലും ഒരുപാട് കടകളുണ്ട്. ഞങ്ങളെന്തായാലും ഈ ഒരു കോഫിയൊക്കെ മേടിച്ചു. കോഫിയും പിന്നെ ഗോബി മഞ്ചൂരി അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് അകത്തോട്ട് കയറാണ് കേട്ടോ. അങ്ങനെ പെർ ഹെഡ് എന്ന് എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്ക് 50 രൂപ കേട്ടോ. കുട്ടികൾക്ക് 10 രൂപയും മുതിർന്ന ആൾക്കാർക്ക് 50 രൂപയാണ് ടിക്കറ്റ്. നല്ല തിരക്കുണ്ട്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തിരക്കാണ് ഇതിനകത്തുള്ളത്. അകത്ത് ഒരുപാട് സ്വീറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഗാർഡൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ചെറിയ കുഞ്ഞു വാട്ടർ ഫൗണ്ടൈൻ പോലത്തതും പിന്നെ കുറേ പിള്ളേരൊക്കെ നടക്കാൻ പറ്റുന്നതും വൈകുന്നേരം വന്ന് ഇരിക്കാൻ പറ്റുന്നത് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. വേറൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല. എല്ലാവർക്കും വൃന്ദാവൻ ഗാർഡൻ എന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു
എക്സൈറ്റിങ്, അത്രയേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഈ കാണുന്നതാണ് ഇത്രയേ ഉള്ളൂ വൃന്ദാവൻ ഗാർഡൻ. ബട്ട് വലിയൊരു സ്പേസാണ്. അതിൻ്റെ അടുത്തൊരു ഹോട്ടലൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാം. ഞങ്ങൾ ഇന്നിവിടെ വെയിറ്റ് ചെയ്യുന്നത് നൈറ്റ് ഷോയ്ക്ക് വേണ്ടിയാണ്. നേരെ അത് കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ്, അത് കാണുക ഗൈസ്. നല്ല തിരക്കാണ് കേട്ടോ ഈ വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട്. വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടി വന്ന ജനങ്ങളും ഉണ്ടായിരുന്നു. എന്തോരം ആൾക്കാരാണെന്നറിയോ. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി താഴെ വന്നപ്പോഴേക്കും ഒരുപാട് ഫിഷസൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുക. ഞങ്ങൾ എന്തായാലും ഇന്നിവിടെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ, കാരണം ടൈമായി. जो आप ऐसा करते ना ऐसा करो, डैडी को करते ना देखिए बेबी कितना अच्छा करेगा. എങ്കിലും സ്റ്റേ ചെയ്യാൻ താല്പര്യമുണ്ട് മൈസൂർ ആകുമ്പോൾ ഉറപ്പായിട്ട് എടുക്കണം കേട്ടോ ഈ റൂം. കാരണം ഭയങ്കര അക്കോമഡേഷൻ ആണെങ്കിലും എല്ലാ കാര്യത്തിലും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളെല്ലാവരും ഇറങ്ങാണ് ഗൈസ്. 4ാമത് ദിവസം മൈസൂരിൽ നിന്ന് എല്ലാവരും ബൈ പറയാം. Chicken?